ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, കുരിശുകൾ നമ്മെ രക്ഷയിലേക്കാണ് നയിക്കുന്നതെന്ന് കാൽവരിയിലെ കുരിശ് നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിന് മുമ്പ് വരെ സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളുമൊക്കെ ഒരു പാഴായി അർത്ഥമില്ലായ്മയായി കരുതിയിരുന്ന ലോകത്തിന് സഹനവും കുരിശും അത് രക്ഷയിലേക്കുള്ള കവാടമാണെന്ന് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കുരിശ് വഹിച്ചവന്, കുരിശിലൂടെ വിജയം വരിച്ചവന് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, നിങ്ങൾ കുരിശ് വഹിച്ചാൽ നിങ്ങൾ അനുഗ്രഹത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ കുരിശുകൾ വഹിച്ചേ മതിയാവൂ. പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന ഈ ലോകം ഏതെങ്കിലുമൊക്കെ രീതിയിൽ പലതരത്തിൽ കുരിശുകൾ വഹിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്നാണ് ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 38-ഉം 39-ഉം വചനങ്ങളിൽ പറയുന്നത്. കാരണം സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുരിശുകളുണ്ട്. അത് ഏതാണെന്ന് തിരിച്ചറിയുവാനും അത് വഹിക്കുവാനുമായിട്ടുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. കുരിശുകളാണ് ജീവൻ കണ്ടെത്തുവാൻ നമ്മെ സഹായിക്കുന്നത്. കുരിശുകൾ വഹിച്ചാലേ നമുക്ക് ജീവൻ നിലനിർത്താനും സംരക്ഷിക്കാനും അത് പൂർണ്ണതയിൽ കൊണ്ടെത്തിക്കുവാനും സാധിക്കുകയുള്ളൂ. ഒരാൾക്ക് ഒരു നിശ്ചിത മേഖലയിൽ കുറവുള്ളപ്പോൾ മറ്റൊരാൾക്ക് മറ്റൊന്നാണ് ഇല്ലാത്തത്. ആരും പൂർണ്ണരായിട്ടുള്ള ഒരു മനുഷ്യനെയും നമുക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റുകയില്ല. ഒരു മനുഷ്യൻ കുലീനനാണ്, എന്നാൽ സമ്പന്നനല്ലായിരിക്കാം. ഒരുപക്ഷെ ഒരു മനുഷ്യൻ സമ്പന്നനായിരിക്കാം, അവൻ കുലീനനല്ലായിരിക്കാം. ഒരു മനുഷ്യൻ ഇവ രണ്ടുമുണ്ടായിരിക്കാം, സമ്പത്തും കുലീനതയും ഉണ്ടാകാം, എന്നാൽ അദ്ദേഹത്തിന് ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ, പാപിയെന്നോ വിശുദ്ധനെന്നോ ആരുമായിക്കൊള്ളട്ടെ, അവൻ്റെ ജീവിതത്തിൽ അവൻ ഏതെങ്കിലുമൊക്കെ കുരിശു വഹിക്കുവാനായിട്ട് അവനുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലും സഹിക്കുവാനായിട്ടുണ്ട്. പഴയ നിയമത്തിൽ സഹനത്തിൻ്റെ ഒരനുഭവത്തിലൂടെ കടന്നുപോയ പൂർവ്വപിതാവായ ജോസഫിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജോസഫ് നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. സഹോദരങ്ങൾക്ക് സ്നേഹം കൊടുക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരെയും സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ വളർന്ന പൂർവ്വപിതാവായ ജോസഫിന് ചുറ്റുപാടുകളിൽ നിന്ന് തിക്തമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുന്നു. അവൻ്റെ കഴിവുകളെ അസൂയയോടെ നോക്കിക്കണ്ടവർ അവനെ ഉപദ്രവിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. അവസാനം അവനെ ഒഴിവാക്കാനായിട്ട് ഈജിപ്തിലെ കച്ചവടക്കാർക്ക് വിൽക്കുന്നു. ഈജിപ്തിൽ എത്തിച്ചേരുമ്പോഴും ജോസഫിൻ്റെ ഉള്ളിൽ എല്ലാവരെയും സ്നേഹിക്കണമെന്നാണ്, എല്ലാവർക്കും നന്മ ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്നിട്ടും ജോസഫ് പല തലങ്ങളിൽ സഹനങ്ങളിലൂടെ, കുരിശുകളിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെയൊക്കെ ജോസഫിന് എടുത്ത മനോഭാവമാണ് ആ കുരിശുകളെ മഹത്വീകരിക്കുവാനായിട്ട് ജോസഫിനെ സഹായിച്ചത്. ജോസഫ് കുരിശുകൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ജോസഫ് പരാതിപ്പെടുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, അതിന് കാരണമായിട്ടുള്ളവരെ പഴി പറയുന്നില്ല. എല്ലാം ദൈവകരങ്ങളിൽ എന്നുള്ള മനോഭാവത്തോടെ ജോസഫ് അവയെല്ലാം സ്വീകരിക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. കുരിശുകളെ തള്ളിക്കളയുന്നില്ല, അതിന് കാരണമായിട്ടുള്ളവരെ പഴി പറയുന്നില്ല. സ്നേഹത്തോടെ അത് സ്വീകരിച്ച് അതിൻ്റെ ഭാരം കുറച്ച് അതിനെ മനോഹരമാക്കുന്ന ജോസഫിൻ്റെ ജീവിതം. അതാണ് ഒരു വേള തന്നെ ഒറ്റിക്കൊടുത്തവരും തള്ളിപ്പറഞ്ഞവരും
ഈജിപ്തിലെ കച്ചവടക്കാർക്ക് വിറ്റവരുമൊക്കെ തൻ്റെ മുമ്പിൽ യാചനയോടെ വന്ന് നിൽക്കുമ്പോൾ ജോസഫ് അവരെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് പറയുക, നിങ്ങൾക്ക് മുൻപേ ദൈവം എന്നെ ഇങ്ങോട്ട് അയക്കുകയായിരുന്നു. നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ തിന്മകൾ വരുത്തിയെങ്കിൽ അത് നന്മയാക്കിയാണ് ദൈവം മാറ്റിയത്. സഹനങ്ങളുടെ മുമ്പിൽ ഈ ഒരു മനോഭാവമുണ്ടെങ്കിൽ നമുക്ക് ഈശോയുടെ മനോഭാവത്തിൽ കുരിശുകൾ വഹിക്കാനായിട്ട് സാധിക്കും. ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഏലിയായും നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടിയാണ് നിലപാടെടുത്തത്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നിലപാടെടുത്തിട്ടും ഏലിയ ഒറ്റപ്പെടുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 18ഉം 19ഉം അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ബാൽദേവന്മാർക്കെതിരായിട്ട് ഏലിയ ഇസ്രായേലിലെ ഏകസത്യ ദൈവത്തെ അവിടെ ഉയർത്തി കാണിക്കാനായിട്ട് ഏലിയ നിലപാടെടുക്കുന്നു. ഇസ്രായേൽക്കാരുടെ രാജാവായിരുന്ന ആഹാബിൻ്റെ ഭാര്യ ജസബെൽ ബാൽദേവനെ ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ബാലിൻ്റെ പ്രവാചകരും ഏലിയ പ്രവാചകനും ഒരു പ്രത്യേകം ഓരോ ബലിയർപ്പിക്കുന്നു. എന്നാൽ ഏലിയായുടെ ബലി ദൈവം സ്വീകാര്യമാക്കി മാറ്റുന്നു. ബാലിൻ്റെ ബലിയെ സ്വീകരിച്ചില്ല. ബാൽ യഥാർത്ഥ ദൈവമല്ല എന്ന് ചുറ്റും മനുഷ്യർ തിരിച്ചറിയുമ്പോൾ ബാലിൻ്റെ ആ ആരാധകരായിട്ടുള്ളവരെയൊക്കെ പിടിച്ച് പ്രവാചകന്മാരെ വധിക്കുവാനായിട്ട് ജനം തയ്യാറാകുന്നു. ഈ സംഭവത്തിൽ ശുഭിതനായ ജസബെല്ല ഏലിയ പ്രവാചകനെ വധിക്കുവാനായിട്ട് ആലോചിക്കുകയാണ്. ഇതറിയുമ്പോൾ ഏലിയ മനസ്സ് തളർന്ന് മരുഭൂമിയിലേക്ക് പലായനം ചെയ്യുകയാണ്. ഇവിടെ ഏലിയായുടെ ജീവിതത്തിലും ഈ സഹനം അനുഭവപ്പെടുമ്പോഴും ഏലിയ പരാതിപ്പെടാതെ അതിനെ വഹിക്കുവാനായിട്ടുള്ളൊരു മനോഭാവത്തിലേക്ക് കടന്നു വരികയാണ്. മരിക്കണമെന്നുള്ള അവസ്ഥ പോലും എത്തുന്ന അവസ്ഥയിലും ഏലിയ ആ സഹനത്തെ നേരിടുവാൻ തയ്യാറാകുന്നു. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജെറമ്യാ പ്രവാചകനും സഹനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയതാണ്. ഏറ്റവും കൂടുതൽ സഹനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പ്രവാചകനായിരുന്നു ജെറമ്യാ. വാ തുറന്നാൽ തന്നെ ചുറ്റുപാടുകളിൽ പ്രശ്നങ്ങൾ നേരിടേണ്ട ഒരവസ്ഥ ജെറമ്യായ്ക്ക് വരികയാണ്. അവസാനം ദൈവത്തിന് വേണ്ടി നിലപാടെടുത്ത് ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് കുരിശുകളിലൂടെ കടന്നു പോകുവാൻ ജെറമ്യാ തയ്യാറാവുകയാണ്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് സ്നാപയോഹന്നാനും കർത്താവിന് വഴിയൊരുക്കുവാൻ വന്നവനാണ്. എന്നിട്ടും സ്നാപയോഹന്നാൻ്റെ ജീവിതത്തിലും കുരിശുകൾ മാറ്റപ്പെടുന്നില്ല. കുരിശുകളെ ഉൾക്കൊള്ളുവാനും അതിനെ വഹിച്ച് മുന്നോട്ട് പോകുവാനും സ്നാപയോഹന്നാൻ തയ്യാറാവുകയാണ്. അതുകൊണ്ടാണ് ആരൊക്കെ കുരിശിൽ മരിക്കപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ നിത്യതയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. സ്നാപയോഹന്നാൻ അവസാനം കാരാഗൃഹത്തിൽ കഴുത്തറുക്കപ്പെട്ട അവസ്ഥയിൽ ജീവിതം അവസാനിക്കുമ്പോഴും ആ സഹനങ്ങളെ ദൈവം അനുഗ്രഹമാക്കി മാറ്റി നിത്യതയിലേക്ക് ഉയർത്തുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 17 പറയുക, അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടി നാം പീഡ അനുഭവിക്കുന്നു. ഓരോ സഹനാനുഭവങ്ങളിലൂടെ പോകുന്ന വ്യക്തിയും തിരിച്ചറിയേണ്ടത് ഈ ഒരു വസ്തുത തന്നെയാണ്. ഇന്നത്തെ സഹനങ്ങൾ ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ എത്രയോ നിസ്സാരമാണ് എന്നുള്ള ആ ഒരു മനോഭാവം ഉള്ളിൽ നിറയണം. കാരണം ക്രിസ്തുവിനോടൊപ്പം ഞങ്ങൾ ഒരിക്കൽ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ കുരിശുകളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുരിശുകളെ സ്നേഹത്തോടെ വഹിക്കുവാനായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാകണം. വിശുദ്ധ അഗസ്റ്റിൻ പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് സഹിക്കുവാൻ എന്തെങ്കിലും നൽകുമ്പോൾ അദ്ദേഹം ഒരു വൈദ്യനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ നയിക്കുന്ന സഹനം ഒരു ശിക്ഷയല്ല, മറിച്ച് ഒരു പരിഹാരമാണ്. ഇതൊരു ശിക്ഷയായിട്ട് കരുതുമ്പോഴാണ്, കുരിശുകൾ ഒരു ശിക്ഷയായിട്ട് കരുതുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അതൊരു ഭാരവും വേദനയുമായിട്ട് മാറുന്നത്. സന്തോഷത്തോടെ കുരിശുകൾ വഹിക്കുന്ന മനുഷ്യരെ നമുക്ക് ചുറ്റുപാടുകളിൽ കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഒരു രോഗമാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ സ്വാർത്ഥത മൂലം ഏറ്റുവാങ്ങുന്ന അവഹേളനങ്ങളും കുറ്റാരോപണങ്ങളുമാകാം, തെറ്റിദ്ധാരണകളാകാം. പലതരത്തിൽ മനുഷ്യൻ ഇന്ന് സമൂഹത്തിൽ നിന്ന് അവരുടെ വ്യക്തി ജീവിതത്തിലൊക്കെ കുരിശുകൾ വഹിക്കുന്ന മനുഷ്യരെ കാണാനായിട്ട് സാധിക്കും. അവരെല്ലാം ക്ഷമയോടെ ആ കുരിശുകളെ വഹിക്കാനായിട്ട് അവരെ ബലപ്പെടുത്തുന്നത് കാൽവരിയിലെ കർത്താവിൻ്റെ കുരിശ് തന്നെയാണ്. കാരണം യേശു എപ്രകാരമാണ് കുരിശ് വഹിച്ചത് അത് ധ്യാനിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കുരിശുകളെയും ഭാരമില്ലാതെ വഹിക്കാനായിട്ട് പറ്റും. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 6 താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജീവിതത്തിൽ വേദനയുടെ പ്രഹരത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സ്നേഹത്തിൻ്റെ അടയാളമാണ് എന്ന് തിരിച്ചറിയണം. ആരെയും നമ്മൾ കുരിശുകൾ കൊടുക്കാതെ പ്രഹരങ്ങൾ കൊടുക്കാതെ വളർത്തുന്നുണ്ടോ അവരുടെയൊക്കെ ജീവിതം
അനുഗ്രഹമായിട്ട് മാറുകയില്ല. കർത്താവ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർക്ക് ശിക്ഷണം കൊടുക്കും, പ്രഹരങ്ങൾ കൊടുക്കും. എന്തിനു വേണ്ടിയാണ്? കാരണം നിത്യതയിലേക്ക് രൂപപ്പെടുത്തുവാൻ വേണ്ടി. നമ്മുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഏതെങ്കിലുമൊക്കെ കുരിശുകൾ വഹിക്കാനായിട്ട് സാധ്യതകളുണ്ടായിട്ട് നമ്മൾ കുരിശുകളെ ഒഴിവാക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പരാജയപ്പെട്ട അവസ്ഥയിൽ വ്യക്തികൾ ചെന്ന് പതിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ ജീവിതം തന്നെ എടുക്കാം. കുഞ്ഞായിരിക്കുമ്പോൾ ആ കുഞ്ഞ് പോലും ചില കുരിശുകളെ വഹിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമുണ്ട്. ചില ഇഷ്ടങ്ങൾ അത് നിഷേധിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു കുരിശിൻ്റെ അനുഭവം ആ കുഞ്ഞ് അനുഭവിക്കുന്നുണ്ട്. തൻ്റെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളുടെ മുമ്പിൽ വാശി പിടിക്കുമ്പോൾ അത് നിഷേധിക്കപ്പെടുമ്പോൾ, ഉപരി നന്മയ്ക്കായിട്ട് അത് നിഷേധിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് കുരിശ് വഹിക്കുകയാണ്. എന്നാൽ അതിന് പകരമായിട്ട് കുഞ്ഞിൻ്റെ ഒത്ത വിധം മാതാപിതാക്കൾ അതെല്ലാം കൊടുത്ത് കുരിശുകൾ ഒഴിവാക്കിക്കൊണ്ട് കുഞ്ഞിൻ്റെ ഇഷ്ടം മാത്രം നോക്കി കുഞ്ഞിനെ വളർത്തി വരുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ ഈ കുഞ്ഞ് പെട്ടെന്ന് പാതി വഴിയിൽ പരാജയപ്പെടാനായിട്ടിടയുണ്ടെന്ന് നമുക്കറിയാം. കാരണം പലരുടെയും ജീവിതം ഒത്തിരി ആത്മഹത്യകളും സ്വയം വെറുക്കലും മദ്യത്തിനും മയക്കുമരുന്നിനും ജഡിക പാവങ്ങൾക്കുമൊക്കെ അടിമപ്പെടുവാനായിട്ട് കാരണം എന്താണ്? ചെറിയ നാളുകളിൽ അവർ ഏറ്റെടുക്കേണ്ട സഹനങ്ങൾ, അവർ വഹിക്കേണ്ട കുരിശുകൾ മാതാപിതാക്കൾ അത് അവരെ എടുപ്പിക്കാതെ അവരെ സുഖലോലുപതയിൽ വളർത്താനായിട്ട് തയ്യാറായിട്ടുണ്ടാകാം. ഒരുപക്ഷെ എൻ്റെ കുഞ്ഞ് ഇതൊന്നും അനുഭവിക്കാൻ പാടില്ല, ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ട് വളർന്നു, ഞാൻ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്, എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒത്തിരി നിഷേധിച്ചിട്ടുണ്ട്, ഞാൻ അനുഭവിച്ച സഹനങ്ങൾ, അനുഭവങ്ങൾ, വേദനകൾ എൻ്റെ കുഞ്ഞ് അനുഭവിക്കുവാൻ പാടില്ല എന്നുള്ള വാശി ഒരപ്പനോ ഒരമ്മയോ എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ കുഞ്ഞിനെ കുരിശിൽ നിന്ന് അടർത്തി മാറ്റുകയാണ്. ആ കുഞ്ഞ് എടുക്കേണ്ട ഒരു കുരിശുണ്ട്. ഏത് പ്രായമായാലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുരിശ് വഹിച്ചാലേ അത് ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തുകയുള്ളൂ. ഒരു ഉയർപ്പിൻ്റെ അനുഭവം ആ വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ ഈ ലോകത്തിൽ പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനോടൊപ്പം ആ വ്യക്തി ഉയർക്കണമെങ്കിൽ, വിജയത്തിൽ അവൻ്റെ ജീവിതം കൊണ്ടെത്തിക്കണമെങ്കിൽ അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ അവനായിരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാകുന്ന കുരിശുകളെ വഹിക്കാനായിട്ട് ആ വ്യക്തിയെ നമ്മൾ പരിശീലിപ്പിക്കണം. ആ വ്യക്തിക്ക് ആ ഒരു ബോധ്യം കൊടുക്കണം. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 17 പറയുക, ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വം. ഇന്നത്തെ കാരണം കുഞ്ഞുങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ചെറിയ കുരിശുകൾ വഹിക്കുമ്പോൾ, ഭാരങ്ങൾ വഹിക്കുമ്പോൾ ആ കുഞ്ഞിന് ആ ഒരു ബോധ്യം കൊടുക്കണം. ലഭിക്കുവാനിരിക്കുന്ന ഒരു മഹത്വമുണ്ട്, അതുകൊണ്ട് ഇന്ന് നീ ഇത് വഹിച്ചേ മതിയാവുകയുള്ളൂ. നിൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് നിൻ്റെ സുഖങ്ങളുടെ പിന്നാലെ നീ പോയാൽ, കുരിശുകൾ ഒഴിവാക്കിക്കൊണ്ട്, സഹനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സന്തോഷത്തിൻ്റെ പൂമത്ത തേടി ഓടിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ നമ്മളെ നാശത്തിലേ കൊണ്ടെത്തിക്കുകയുള്ളൂ. എന്നാൽ പരുപരത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ യാത്ര ചെയ്യാനായിട്ട് നീ പരിശീലിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും നീ പരാജയപ്പെടുകയില്ല. കാരണം നിൻ്റെ ജീവിതം പരാജയത്തിൽ കൊണ്ടെത്തിക്കുവാനായിട്ട് നീ വിട്ടുകൊടുക്കുകയില്ല. കാരണം അതിനുള്ള പരിശീലനം നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മുടെയൊക്കെ മക്കൾ പലപ്പോഴും ജീവിതം പാതി വഴിയിൽ അവസാനിപ്പിക്കുവാൻ, പ്രതിസന്ധികളുടെ നടുവിൽ പരാജയപ്പെടുവാനായിട്ട് കാരണം എന്താണ്? അവർക്ക് പരിശീലനം കിട്ടാതെ പോയി. ചെറുപ്രായത്തിൽ തന്നെ അവരെ ചില സഹന അനുഭവങ്ങളിലൂടെ അവരെ രൂപപ്പെടുത്തുവാനായിട്ട് വിളിക്കപ്പെട്ടവർ അതിന് തയ്യാറാകുന്നില്ല. തെറ്റായൊരു മനോഭാവം വെച്ച് പുലർത്തും. ലോകത്തിൻ്റെതാണ് അത് മനോഭാവം. ലോകം സുഖങ്ങൾ മാത്രമാണ് അന്വേഷിക്കുക. ലോകം സുഖത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ, ലോകം സൗകര്യത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ മാസ്മരികമായ നൈമിഷിക സുഖങ്ങളുടെ പിന്നാലെ ലോകം ഓടുമ്പോൾ കുരിശുകൾ മറിച്ചിട്ടുകൊണ്ടാണ് അവർ ഓടുന്നത്. കുരിശുകളെ ഒഴിവാക്കിക്കൊണ്ട് ഓടാനാണ് ലോകം ആഗ്രഹിക്കുന്നത്. പക്ഷേ ക്രിസ്തീയ ജീവിതം അതല്ല. കർത്താവിൽ വിശ്വസിക്കുന്നവൻ്റെ ജീവിതം അതല്ല. യേശു കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യേശു വഹിച്ച കുരിശിനെയും സ്നേഹിക്കാൻ കഴിയണം. ആ കുരിശ് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ ദൈവം നമുക്ക് തരും. എന്തിനെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അവനോടൊപ്പം ഉയർപ്പിലേക്ക് എത്തിക്കുവാനായി. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 12 പറയുകയാണ്, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. വിശുദ്ധ ബെർണാഡ്, ക്രൂശിതനെ സ്നേഹിക്കുന്നവൻ സഹനത്തെയും നിന്ദനത്തെയും സ്നേഹിക്കുമെന്നാണ് പറയുക. വിശുദ്ധരുടെയൊക്കെ ജീവിതമൊന്ന് എടുത്തു നോക്കിയേ, അവരെല്ലാം സഹനങ്ങളിലൂടെ, കുരിശുകളിലൂടെ യാത്ര ചെയ്ത ജീവിതങ്ങളാണ്.
ഒരു വിശുദ്ധനായി തീർന്നിട്ടുണ്ടെങ്കിൽ അവൻ കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്തതുകൊണ്ടാണ് വിശുദ്ധനായത് എന്ന് തിരിച്ചറിയണം. ദൈവം നമ്മെ വിശുദ്ധീകരിക്കുവാൻ, രക്ഷിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന പാതയാണ് കുരിശുകളെന്ന് കൂടി തിരിച്ചറിയണം. സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ടുള്ള, നരകത്തിൻ്റെ ആ ഗർത്തത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന ആ ഒരു പാലമാണ് കുരിശെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വഹിക്കുന്ന കുരിശ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അനുസരിച്ചാണ് ദൈവം നൽകുന്നത്. നമുക്ക് സഹിക്കാൻ കഴിയുന്ന കുരിശെ അവിടുന്ന് തരികയുള്ളൂ. ആ കുരിശിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ യാത്രയിൽ ആ നരകത്തിൻ്റെ ഗർത്തത്തിൽ നിന്ന് നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയാതെ പോകും. എന്നാൽ ആ കുരിശുകൾ വഹിച്ചുകൊണ്ട് പോയാൽ നരകത്തിൻ്റെ ഗർത്തത്തിൻ്റെ മുകളിൽ ഈ കുരിശിനെ വച്ച് കുരിശിൻ്റെ മുകളിലൂടെ ചവിട്ടി നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റും എന്ന് വിശുദ്ധർ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ അൽഫോൺസാമ്മ അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, യേശുവിനെ സ്നേഹിക്കാൻ വേണ്ടിയാണ് കന്യാമഠത്തിലേക്ക് എത്തിച്ചേരുന്നത്. എന്നിട്ടും അൽഫോൺസാമ്മയുടെ ജീവിതത്തിൽ ചുറ്റുപാടുകളിൽ നിന്ന് സഹനാനുഭവങ്ങൾ, കുരിശുകൾ നേരിടേണ്ടി വരുമ്പോഴും പരാതിയില്ലാതെ, പരിഭവമില്ലാതെ ഇത് രക്ഷയുടെ അടയാളമാണെന്നുള്ള ചിന്തയോടെ ആ കുരിശുകളെ ക്ഷമയോടെ സഹിക്കാനും വഹിക്കുവാനും അൽഫോൺസാമ്മ ധീരത കാണിച്ചു. വിശുദ്ധ കൊച്ചുത്രേസ്യ ചെറുപ്രായത്തിൽ തന്നെ യേശുവിനോടുള്ള സ്നേഹത്തിൽ ആഴപ്പെട്ട് ആ സ്നേഹിതന് വേണ്ടി, ആ സ്നേഹ മണവാളന് വേണ്ടി ജീവിതം മുഴുവനും കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കന്യാമഠത്തിലെത്തിയതാണ്. എന്നിട്ടും കൊച്ചുത്രേസ്യയ്ക്ക് അവളുടെ രോഗത്തിൻ്റെ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. ചുറ്റുപാടുകളിലുള്ള കൂടെയുള്ള സന്യാസിനിമാരിൽ നിന്ന് വേദനപ്പെടുത്തുന്ന കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലെന്ന അനുഭവങ്ങളും കുറ്റാരോപണങ്ങളുമൊക്കെ കൊച്ചുത്രേസ്യയെ നേരിടേണ്ടി വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഇവർ കുരിശുകളെ ശരിയായ കാഴ്ചയോടെ കണ്ടെത്തി. എന്ത് സമ്മാനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാനോട് യേശു ചോദിച്ചപ്പോൾ, കാരണം കുരിശിലെ യോഹന്നാൻ സഹനങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. അദ്ദേഹം ആയിരുന്ന സന്യാസ സമൂഹത്തിൽ നിന്ന് തന്നെ ഒത്തിരിയേറെ സഹനങ്ങൾ, പീഡനങ്ങൾ അദ്ദേഹം ഏൽക്കേണ്ടി വന്നു. ഒരു സഹനത്തിൻ്റെ ആ തീച്ചൂളയിൽ സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ ആ കുരിശിലെ യോഹന്നാൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ ചോദിക്കുകയാണ്, എന്ത് സമ്മാനമാണ് നീ ആഗ്രഹിക്കുന്നത്? കുരിശിലെ യോഹന്നാൻ പറഞ്ഞത്, നിനക്കു വേണ്ടി കൂടുതൽ സഹിക്കുവാനും വെറുക്കപ്പെടുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കണേ, ഈ സഹനങ്ങൾ എടുത്തു മാറ്റി തരണം. ഈ വേദനകൾ, നൊമ്പരങ്ങൾ, നിന്ദനങ്ങൾ, സഭാധികാരികൾ തൻ്റെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റാരോപണങ്ങളും ഒറ്റപ്പെടുത്തലുകളുമൊക്കെ ദൈവമേ നീ എടുത്തു മാറ്റണമേ എന്നല്ല കുരിശിലെ യോഹന്നാൻ പ്രാർത്ഥിച്ചത്. കുരിശിലെ യോഹന്നാൻ പറയുന്നത്, നിനക്ക് വേണ്ടി കൂടുതൽ സഹിക്കുന്നതിനും വെറുക്കപ്പെടുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സഹനത്തിൻ്റെ മാധുര്യം അനുഭവിച്ച വ്യക്തിക്ക് കുരിശുകളുടെ മുമ്പിലും കൂടുതൽ കുരിശുകൾ കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറയാനായിട്ട് സാധിക്കുക. ആവിലയിലെ അമ്മ ത്രേസ്യയുടെ ആഗ്രഹം നമുക്കറിയാം, ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ കുരിശ് സഹിച്ച നാഥനോടൊപ്പം ചേർന്ന് കുരിശ് വഹിക്കുക, സഹിക്കുക. അതല്ലെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ അർത്ഥമില്ല. ഈ ഭൂമിയിലെ ജീവിതത്തിൽ കുരിശ് വഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ജീവിതത്തിന് അർത്ഥമില്ല എന്നാണ് വിശുദ്ധർ അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരു സത്യം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുരിശുണ്ടാകണം, അതാണ് നിത്യതയിലേക്ക് നയിക്കുന്നതെന്ന് ആ കുരിശ് ദൈവത്തോട്, യേശുവിനോട് ചേർത്ത് വെച്ച് അത് വഹിക്കുമ്പോഴാണ് വിശുദ്ധി പ്രാപിക്കുന്നതെന്നുള്ള ചിന്ത വിശുദ്ധരിൽ നിലനിന്നിരുന്നു. സഹിക്കുന്നതിന് വേണ്ടി ഇപ്രകാരം തീവ്രമായ ആഗ്രഹം വിശുദ്ധരിൽ ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണ്? അതന്വേഷിക്കുക. നമുക്കറിയാം, ദൈവത്തോടും ക്രൂശിതനായ ക്രിസ്തുവിനോടുമുള്ള ആഴമായ സ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല. അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഈശോയെയായിരുന്നു. ക്രൂശിതനായ ഈശോയെയും ആ കുരിശിനെയും സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ സഹനം അവരെ ഭയപ്പെടുത്തുകയോ അതിൽ നിന്ന് പിന്മാറാൻ അവരെ പ്രേരിപ്പിക്കുകയോ ചെയ്തില്ല. സഹനത്തിൽ അവർ അമൂല്യമായ നിധി കണ്ടെത്തി. കുരിശുകളെ ദൈവസന്നിധിയിൽ നിധിയായി കാണുവാൻ വിശുദ്ധർക്ക് സാധിച്ചു. ഒരുപക്ഷെ ഒരു രോഗമാകാം, ഒരു അപമാനമാകാം, ഒരു തെറ്റിദ്ധരിക്കലാകാം. ഇതൊക്കെ കുരിശുകളായിട്ട് കണ്ട് സന്തോഷത്തോടെ അത് വഹിച്ചവർ നമുക്ക് മുമ്പുണ്ടെന്ന് തിരിച്ചറിയണം. ചിലർ പറയും, അച്ഛാ എനിക്ക് ഇത് സഹിക്കാൻ പറ്റില്ല, ഞാൻ മറ്റെന്തും സഹിക്കാം, എൻ്റെ സൽപ്പേര് തകർത്ത് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, ബാക്കിയുള്ള എന്ത് വേണമെങ്കിലും സഹിക്കാം, എന്നെ അവർ വേറെ രീതിയിൽ എന്തൊക്കെ പീഡിപ്പിച്ചോട്ടെ, എൻ്റെ ശരീരത്തിൽ എത്രമാത്രമേ പീഡനങ്ങൾ തന്നോട്ടെ, അല്ലെങ്കിൽ ഏത് അവസ്ഥയിലൂടെ എന്നെ എന്ത് പറഞ്ഞു, പക്ഷേ എൻ്റെ സൽപ്പേര് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ
കുരിശുകളെ, സഹനങ്ങളെ വേർതിരിക്കുകയാണ്. കാരണം ഏത് സഹനവും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയണം. കർത്താവിന് ഒരു പക്ഷേ ഈ സഹനമായിരിക്കാം നിനക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇതിലൂടെ ആയിരിക്കും നിന്നെ ആഗ്രഹിക്കുന്നത്. രക്ഷിക്കാൻ തരുന്ന കുരിശിനെ വേണ്ട, വേറെ ഏതെങ്കിലും കുരിശ് മതി എന്ന് നമ്മൾ വാശി പിടിച്ച് ചോദിക്കുന്നത് അത് മണ്ടത്തരമാണ്. നമുക്ക് ചേർന്ന, നമുക്ക് വഹിക്കാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിക്കും രക്ഷയ്ക്കും സഹായിക്കുന്ന കുരിശെ സ്വർഗത്തിൽ നിന്ന് കർത്താവ് നമുക്ക് തരികയുള്ളൂ. അതിനെ സ്നേഹത്തോടെ, ക്ഷമയോടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഭാരമല്ലാതായി തീരും. അത് വഹിച്ച് മുന്നോട്ട് പോയാൽ നിത്യതയിൽ നമുക്ക് എത്തിച്ചേരാനും സാധിക്കും. അപ്പോൾ ഫിലിപ്പിയരുടെ ലേഖനത്തിലെ 3-ാം അധ്യായം 8-10 വചനങ്ങൾ പഠിപ്പിക്കുന്ന ഇതാണ്: അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും അത് അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാമ്യം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ സഹനാനുഭവങ്ങളുടെ മുമ്പിലും അത് ഉൾക്കൊള്ളുവാനായിട്ട്, അത് വഹിക്കുവാനായിട്ട് അവരെ ബലപ്പെടുത്തിയത് ക്രിസ്തുവിൻ്റെ സഹനത്തിലും മരണത്തിലും താതാമ്യപ്പെടുവാനായിട്ടാണ് ഈ സഹനങ്ങളെന്ന് അവർ കരുതിയിരുന്നു. മറ്റുള്ളവരെല്ലാം തെറ്റിദ്ധരിച്ചാലും, മറ്റുള്ളവരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, നിൻ്റെ ജീവിതത്തിലെ പലതരത്തിലുള്ള തടസ്സങ്ങൾ, വിഷമതകൾ നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ക്രിസ്തുവിനോടാണ് നീ ചേർന്ന് നിൽക്കുന്നതെങ്കിൽ അതിനെയൊക്കെ വഹിക്കുവാനായിട്ടുള്ള ആത്മീയമായ ശക്തി ദൈവം നിനക്ക് തരും. കുരിശ് വഹിച്ച വിശുദ്ധരും കുരിശിനെ മഹത്വീകരിച്ച ക്രിസ്തുവും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അവരുടെ ജീവിതത്തിലെ സഹനങ്ങളെ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് അവർ സ്വീകരിച്ചു. ദൈവകരങ്ങളിൽ നിന്ന് ആ സഹനങ്ങളെ അവർ ഉൾക്കൊണ്ടു. മനുഷ്യൻ തരുന്നതല്ല, ലോകം തരുന്നതല്ല. മനുഷ്യനും ലോകവും ഒരുപക്ഷെ തരുന്നതാണെങ്കിലും, അവരിലൂടെ കടന്നു വരുന്നതാണെങ്കിലും അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണെന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ മനുഷ്യൻ അതിനൊരു ഉപകരണമായി കാണാം, എന്നാൽ അത് ദൈവമാണ് അത് തരുന്നതെന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ ആരെയും വെറുക്കാനായിട്ട് തോന്നിയില്ല. കുരിശുകൾക്ക് കാരണമായ വ്യക്തികളെ തള്ളിക്കളയാനായിട്ട് തോന്നിയില്ല. സ്നേഹത്തോടെ വഹിക്കാനും ചേർത്ത് നിർത്തുവാനും അവരെ സഹായിച്ചത് അത് ദൈവം തന്നതാണ്. ഒരുപക്ഷെ നിൻ്റെ കുഞ്ഞാകാം, അല്ലെങ്കിൽ നിൻ്റെ ജീവിത പങ്കാളിയാകാം, നിൻ്റെ മാതാപിതാക്കളാകാം, നിൻ്റെ സഹോദരങ്ങളാകാം. കുരിശിൻ്റെ ഭാരമായി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരെ വെറുക്കാതിരിക്കണമെങ്കിൽ ഇത് ദൈവം തന്നതാണ്, ദൈവം തന്ന നിധിയാണ് എന്നുള്ള ചിന്തയോടെ അതിനെ ഉൾക്കൊള്ളാനും സ്നേഹിക്കുവാനും വഹിക്കാനും സാധിക്കണം. അപ്പോൾ കുരിശ് മഹത്വത്തിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ എപ്പോഴും ലോകത്തിൻ്റെ മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടായാൽ വെറുപ്പും വാശിയും വൈരാഗ്യവും വെച്ച് കുരിശുകളെ തള്ളിക്കളയുവാനായിട്ടുള്ളൊരു മനോഭാവം നമ്മളറിയാതെ നമ്മളിൽ രൂപപ്പെടും. ഇന്നത്തെ സഹനങ്ങളാണ് നിത്യതയിലെ നന്മയിൽ നമ്മളെ വളർത്തുന്നത്. ഇന്നത്തെ സഹനങ്ങളാണ് നിത്യതയിലേക്ക് നമ്മളെ യോഗ്യരാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഭൂമിയിലെ ഈ ജീവിതം സഹനങ്ങളിലും കുരിശുകളിലും അവസാനിക്കുന്നതല്ലെന്നും അതിലൂടെ ഉയർപ്പിലേക്കും നിത്യതയിലേക്കുമാണ് എത്തിച്ചേരുന്നതെന്നും നിത്യജീവനിലേക്കാണ് ആ സഹനങ്ങളും കുരിശുകളും നമ്മളെ കൊണ്ട് എത്തിക്കുന്നതെന്നുമുള്ള ആ ഒരു വിശ്വാസവും ആ ഒരു പ്രത്യാശയും നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് ഈശോയുടെ ഈ ആഹ്വാനം നമുക്കും നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കാനായിട്ട് പറ്റും. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കുരിശ് വഹിക്കുന്നവരാണ് നമ്മൾ. ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, വഹിക്കുന്ന മനോഭാവമാണ് ഒരുവനെ വിശുദ്ധനാക്കുന്നതും വിശുദ്ധയാക്കുന്നതും. മനോഭാവം നമുക്ക് ക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെയാകാം, വിശുദ്ധരുടെ മനോഭാവം തന്നെയാകാം. സഹനങ്ങളോടും കുരിശുകളോടും ക്രിസ്തുവും വിശുദ്ധരും എടുത്ത നിലപാട് ഈ കാലഘട്ടത്തിലെ സാധാരണ മനുഷ്യരായ ഓരോ വ്യക്തിയും എടുക്കുമ്പോൾ അവരും കാലഘട്ടത്തിൻ്റെ പൂർണ്ണതയിൽ വിശുദ്ധരായിട്ട് മാറും. അവരും ഉയർപ്പിൻ്റെ അനുഭവത്തിൽ ഉയർത്തപ്പെടും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കാം. കുരിശുകൾ ഏതൊക്കെയായിരിക്കാം, വ്യത്യസ്തങ്ങളായ കുരിശുകൾ ഉണ്ടാകാം. നമുക്ക് നമ്മുടെ കുരിശ് ഏതാണെന്ന് കണ്ടെത്തുവാനും അതിനെ സന്തോഷത്തോടെ വഹിച്ച് നിത്യതയോളം ആ കുരിശിനെ ചേർത്ത് വയ്ക്കുവാനുമുള്ള അനുഗ്രഹത്തിനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കുരിശുകളെ പരാതിപ്പെട്ട് അതിൻ്റെ ഭാരം വർദ്ധിപ്പിക്കാതെ അതിനെ സ്നേഹത്തോടെ ചേർത്തെടുത്ത് ആ ഭാരം കുറയ്ക്കുവാൻ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം. കാരുണ്യവാനായ ദൈവമേ, അനുദിന ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നതും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ
സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണല്ലോ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വഹിക്കുന്ന കുരിശുകൾ പലപ്പോഴും ഭാരമുള്ളതായി ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ഈ അവസരങ്ങളിൽ കർത്താവെ, നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകരങ്ങളിൽ നിന്ന് കുരിശുകളെ സ്നേഹത്തോടെ സ്വീകരിച്ച് അതിൻ്റെ ഭാരം കുറയ്ക്കുവാനും പ്രത്യാശയോടെ അവസാനം വരെ കുരിശുകളെ വഹിക്കുവാനുമുള്ള ആത്മാവിൻ്റെ ബലം ഞങ്ങൾക്ക് തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.